ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് നൈറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മള് ചിക്കൻ എന്നാ ചെയ്യാൻ പോവാ, ഗ്രിൽഡ് ചെയ്യാൻ പോവാ. ചിക്കൻ ഗ്രിൽഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് കാണാം. കാണാം അമ്മ. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് അവരോട് ഹായ് പറഞ്ഞേ. സുഖമാണോന്ന് ചോദിച്ചേ. നമുക്ക് ചിക്കൻ ഉണ്ടാക്കുന്ന കാണാന്ന് പറ. ഇത് അമ്മ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചതാട്ടോ. ഇതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്രിൽഡ് ചെയ്യാൻ വേണ്ടി ചിക്കൻ എടുത്ത് റെഡിയാക്കി വെച്ചതുണ്ട്. അപ്പം ആ ഉണ്ടാക്കുന്ന പൊടിയൊക്കെ ഇടുന്ന ഇത് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കസമോളെ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കാം അല്ലേ എങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന്. ടി വി എവിടെ ഇരുന്നോട്ടെ, നമുക്കൊന്ന് ഉണ്ടാക്കാം ചിക്കൻ. അപ്പൊ വരുമ്പത്തേക്കും ചിക്കൻ ഉണ്ടാക്കാം അല്ലേ. അപ്പം ഇവരോട് പറഞ്ഞു കൊടുത്തേ എങ്ങനെയാ അമ്മ ചിക്കൻ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ. നമുക്ക് അതെങ്ങനെയാ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ഇതിനകത്തിട്ട് ഞാൻ ജസ്റ്റ് വരട്ടി വെച്ചതിന് ശേഷം ഇന്ന് ഞാൻ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വിധവട്ടോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, പിന്നെ ഉപ്പിട്ടു. എന്തോ പുല്ലല്ല മോനെ, അത് കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇതാണ്. ഓക്കെ, ഇപ്പൊ ഇനി നമുക്കത് ഗ്രിൽഡ് ചെയ്തെടുക്കാം. ഗ്രിൽഡ് ചെയ്യാം. എങ്ങനെ ഗ്രിൽഡ് ചെയ്യുന്നേ? ഇവിടെ വെക്കട്ടെ. അങ്ങനെ നമ്മൾ ഇന്ന് ഗ്രിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇതിനകത്താണ്. പ്ലഗ് കുത്തട്ടെ കേട്ടോ. പ്ലഗ് കുത്തി വെക്കുന്ന വരെ കാണിച്ചാൽ കഴിഞ്ഞിട്ട് വെച്ചാൽ ഇവിടുന്ന് മാറ്റണം. അപ്പം ഇതിനകത്താണ് നമ്മൾ ഗ്രിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കി പൊരിച്ച് കഴിക്കുന്നതിന് പകരമായിട്ട് എണ്ണ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇങ്ങനെ ഗ്രിൽഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പാത്രമൊക്കെ ഇവിടെ കഴുകി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഞാൻ ചെയ്യുന്ന വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അമ്മ എന്തെടുക്കാൻ വേണ്ടി പോകുന്നേ? കറിവേപ്പില. അപ്പൊ ഞാനിവിടെ കറിവേപ്പില 2-3 തണ്ടെടുക്കാനുള്ള പരിപാടിയില്ല. ഹെസമോള് നമ്മളുടെ ഓഡിയൻസിനോട് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട്. വീഡിയോ കാണണേന്ന് പറ. അത് പണിയല്ലേ. വീഡിയോ കാണണേ, ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണേ, എന്നും കാണണേ നമുക്ക്. എന്നിട്ട് അതിനകത്തേക്ക് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇവിടെ എടുത്ത് വെച്ച ഇതിനകത്തേക്ക് ഞാൻ ശരിക്കും കറിവേപ്പില ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും, അത് കാരണം കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യുന്ന മെത്തേഡാട്ടോ പറഞ്ഞു തരുന്നത് ഗൈസ്. അപ്പൊ ഞാൻ കറിവേപ്പില ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പില തണ്ടൊക്കെ ഇട്ടാക്കി നമ്മുടെ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച ചിക്കൻ പീസ്. ഇപ്പം ചിക്കൻ കാല് വേണമെന്നൊന്നുമില്ല, ചിക്കൻ്റെ ഏതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഗ്രിൽഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ എടുത്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് വെക്കുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു, അതിനകത്തേക്ക് നമ്മൾ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ കറിവേപ്പില നിരത്തിയതിന് ശേഷം ചിക്കൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ നിറച്ച് വെച്ചാലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ഇതുണ്ടല്ലോ ചുരുങ്ങൂല വെന്ത് കഴിയുമ്പോഴത്തേക്കും, അപ്പം സെറ്റാക്കി വരും. അങ്ങനെ ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഹസമോളെ? കഴിക്കണം. ഇപ്പൊ കഴിക്കണോ? വേഗണ്ടേ? എന്തായിട്ടല്ലേ കഴിക്കുന്നേ? അങ്ങനെ നമ്മളിവിടെ വെച്ചതിന് ശേഷം മാക്സിമം വോൾട്ട് തന്നെ ഇട്ടേക്കാം. 30 മിനിറ്റ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം. എത്രയാ വോൾട്ടാ? 200 വോൾട്ട് സെലക്ട് ചെയ്തു. മോനെ അത് പിടിക്കരുത് കേട്ടോ. 200 വോൾട്ട് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഓണാക്കി. ഇപ്പോൾ ഓണായിട്ടുണ്ട് കേട്ടോ. ഓണാക്കി സെറ്റാക്കി. ഇനിയിപ്പം ഇത് ഹാഫ് കുക്ക്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് മറിച്ച് വിടണം. ഹെസാ, എന്നാൽ നമുക്ക് നിർത്താം. ബാക്കി ഉണ്ടാക്കിയിട്ട് വരാം അല്ലേ? സീ യു എന്ന് പറ.
ഒരു ഉഷാറോടെ പറയടോ. ഏകദേശം നമ്മുടെ 30 മിനിറ്റ്സ് കറക്റ്റ് ഫിനിഷ് ആയപ്പോൾ ഞാൻ വന്നേട്ടോ. അപ്പോൾ ഓപ്പണാക്കി നോക്കാം നമുക്ക്. ഉണ്ടോ, 1 സൈഡ് ഓൾറെഡി ഗ്രിൽഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ മറച്ചിടണം. ഇതിനെ നമ്മൾ ഇനി മറച്ചിടാൻ വേണ്ടി പോവുക ഗൈസ്. നല്ല ചൂടുണ്ട്. ഉണ്ടോ, ഈ വശം നല്ല പച്ചയായിട്ടായിരിക്കുന്നത്. അപ്പോൾ മറിച്ചിടണം. അന്നേരം അങ്ങനെ നമ്മൾ ഹെസമോളെ ഇത് മറിച്ചിടാൻ വേണ്ടി പോവാ. അതുണ്ടോ, ചൂടാണേ, പിടിക്കില്ലേ. നല്ല രീതിയിൽ മറിച്ചിടണം അല്ലേ. നല്ല ചൂവാ മോനെ, ചൂടാന്നേ. ചിക്കയ്ക്ക് ചൂടാണേ. ആന്നേ. ഒരു സ്പൂൺ കൂടി എടുത്തിട്ട് വരാം. ശരിക്കും മറച്ചിടുന്നൊരു ഇത് വാങ്ങണം കുഞ്ഞു. ഒന്നും ആ മറച്ചിടുന്ന സംഭവം ഉണ്ടെങ്കിൽ എളുപ്പമാവും. അയ്യോ കൈ പൊള്ളിയേ. നമുക്കത് മേടിക്കണേ. മോളെ അച്ചാച്ച ഫോൺ വെച്ചാ ആണോ? അച്ചാച്ച എന്നാ പറഞ്ഞേ? മോളോട് അച്ചാച്ച എന്നാ പറഞ്ഞേ? ഹാപ്പി ടു യു ആണ് പറഞ്ഞേ. ഓടി. ഇങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം ഒന്നും കൂടെ മറിച്ചിട്ടു. സെയിം പ്രോസസ് നമ്മൾ വീണ്ടും നമ്മൾ എത്ര വെക്കും? 30 സെക്കൻഡ് മിനിറ്റ് വെക്കും കേട്ടോ. 30 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് കാണാം ഗൈസ്. എന്താ മോളെ? നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കാണിച്ചു നോക്കാം. ഇതുണ്ടോ, അടിപൊളി ചിക്കൻ. അതിന്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്ന ബ്രെഡ് അല്ലേ? ബ്രെഡ് ബെന്നാ. ഇവിടെ അമ്മാമ്മ ഉണ്ട് കേട്ടോ. ഇവിടെ വെക്കണോ? തിന്നാലോ. സൂപ്പർ ആണോ എന്ന് അമ്മ പറയാവേ. സ്വന്തം ഉണ്ടാക്കിയിട്ട് തോന്നുന്നല്ല, നല്ലതാ. ചൂടാണല്ലോ. നല്ലാണോ? പശയ്ക്ക് വേണ്ട. എന്റെ അമ്മ എന്റെ പൊന്നിന് തന്നില്ലെങ്കിൽ പിന്നെ ആർക്ക കൊടുക്കുക അല്ലേ? ഓക്കെ ബൈ ഗൈസ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.